നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആ ഒരു ഗോള്. രണ്ടാമത്തെ ഗോൾ അടിച്ച രണ്ടാമത്തെ ഗോൾ അടിച്ച് എന്താണ് മക്കളെ കാണുന്നത്? എന്താണ് മക്കളെ? ഇത് മിക്കവാറും അടിക്ക് പൊട്ടും. അടിയെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടെ, ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. കളി തുടങ്ങി 23 സെക്കൻഡ്. തുടങ്ങിയപ്പോഴേക്കും വശിയും നടക്കുകയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ വെൽക്കം ബാക്ക് കൽപ്പകഞ്ചേരിയിലെ കൊട്ടിക്കലാശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോൾ കീപ്പർ അൻഷർ ഖാൻ ഒരു നിമിഷവും ഗോളാക്കായി മാറ്റാനുള്ള ഒരു കഴിവ് പാറക്കോട്ടിലുണ്ട്. കളി തുടങ്ങി ഏകദേശം 3 മിനിറ്റ് ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ കളി ഭയങ്കര ടൈറ്റിലാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അജയ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ തല്ലാണ്, അവിടെ കളിയാണ്. രണ്ടും പാടിയാണ് നടക്കുന്നത്. അടിയും തല്ലും. ഉള്ളിലേക്ക് കടക്കരുതെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. കാണികൾ ദയവ് ചെയ്ത് വിനീതമായി പ്രതിക്കുന്നു. പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന വിശ്വാസം നമുക്കുണ്ട്. എല്ലാവരും അകമടിഞ്ഞ് ഈ ടൂർണമെന്റുമായി പരിപൂർണമായി സഹകരിക്കുന്നവരാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിശ്ചിതമായ സഹകരണം കൊണ്ട് മാത്രമേ ഈ ടൂർണമെന്റ് ഉജ്ജ്വലമായ വിജയത്തിലെത്തിക്കാൻ കഴിയൂ. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ രണ്ട് ടീമും ഇന്ന് അവരെ മികച്ച മറികടന്ന് ആ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെടാണ്. മണ്ണാർക്കാട് ഇസ്മായിലിൻ്റെ ഒരു പ്രത്യേകത എനിക്കാണ് സത്യം പറഞ്ഞാൽ. വല്ലാണ്ട് ഓടൂലാണ്, പക്ഷേ ഒരു ഫൗള് യെല്ലോ കാർഡാണ്.
നമുക്കങ്ങനെ ടീം എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എല്ലാവരും ടീം തന്നെയാണ്. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് ഓരോരുത്തർക്ക് ഓരോ സൂപ്പറിൻ്റെ ആളൊന്നല്ല നമ്മൾ. പൊന്നിപ്പോൾ തന്നെ സെൽഫ് ഗോൾ കയറി കേട്ടോ. അതിനെ കുറിച്ചിട്ടുള്ള ത്രൂ പാസുകളൊക്കെയാണ് ഇസ്മായിലിനെ ഒരു വ്യത്യസ്തനാക്കുന്നത് കേട്ടോ. പൊന്നു ഷാപ്പിൻ്റെ നല്ലൊരു ഷോട്ട് ചെയ്ത് തടഞ്ഞു വീണാട്ടോ. ജസ്റ്റ് മിസ്സിട്ട് കഴിച്ചു റെഡ്. പക്ഷേ നിസാമാർക്കാരുടെ മുന്നേറ്റാണ്. മനസ്സിലായി പോയതാ അൻസിൽ ഖാൻ നല്ലൊരു സേവ്. അല്ലെങ്കിൽ പണി പാളിയിരുന്നു. തീർച്ചയായിട്ടും ഷാഡ്രോ നല്ല തിരിഞ്ഞടിക്കാൻ നോക്കിയതാ. പക്ഷേ നാടിൻ്റെ ഒരു ഫ്രീ കിക്ക് ഗോള് കിണ്ണം ഗോളായിരുന്നു. ഇത് മിക്കവാറും അടിക്ക് പൊട്ടും. ഒരു സുഖം സ്റ്റൈലാണ് ആ കളി വരുന്നത്. നാടകീയ മുഹൂർത്തമാണ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡ് കാർഡ് റോയൽ ട്രാവൽസിന് റെഡ് കാർഡ്. കിട്ടി എവിടെ നിന്നും കയറി പോകുന്നു. ആർക്കോട്ടിൻ്റെ അടി മണത്ത് പോകുന്നുട്ടാ. അത് നമുക്ക് ഒരു പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റൂല. പക്ഷെ ഓനത് ഓക്കെ കളി തുടങ്ങി. ഒരു എൽബോട്ട്
മുസ്തഫ ടി പി. പടച്ചോൻ കാത്തതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കളി ഡിലേ ആവുകയാണെങ്കിൽ നമ്മൾ കാണികളൊക്കെ കാണിക്കും. കാണികൾ നമ്മൾ ഓൾറെഡി നമ്മൾ കളി തുടങ്ങുന്നതിന് മുന്നേ ഓപ്പൺ ചാൻസ് ഉണ്ടാവും. മണ്ണാർക്കാട് വല കുലുക്കി. മണ്ണാർക്കാട് വല കുലുക്കി. ഒന്നും പറയാനില്ല. അവസാന നിമിഷം. ഇനി 8 മിനിറ്റാണ് ബാക്കി. നമ്മൾ ഓൾറെഡി കളി തുടങ്ങുന്നതിന് മുന്നേ ഓപ്പൺ ചാൻസ് ഉണ്ടാവും. മോനെ ഭാഗ്യാണ്. ഒരു ടീമിന് ഭാഗ്യവും ഒരു ടീമിന് ഭാഗ്യമില്ലായ്മ കേട്ടോ. എൻ്റെ പേര് മുഹമ്മദ് റയീസ് എന്നാട്ടോ. ഒന്നും പറയാനില്ല. റോയൽ ട്രാവൽസിന്റെ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരവ്. നിങ്ങൾക്ക് ഗോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എനിക്ക് ആ ക്രൗഡിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആ ഒരു ഗോള്. നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആ ഒരു ഗോള്. തിരിച്ചു വരവെന്ന് പറഞ്ഞാൽ തിരിച്ചു വരവ് ഇതാണ്. സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുക. എന്റെ പൊന്നു മക്കളെ, എന്താണ് ഈ കാണുന്നത്? കളിക്കാരതാ എടുത്തുകൊണ്ട് പോണ്. ഒന്നും പറയാനില്ല. ഓക്കെ, കളി കഴിയാം. നിമിഷങ്ങൾ മാത്രം കളി കഴിഞ്ഞ്. Yeah.
എന്താ പറയുക മൂർച്ചകൾ നൽകി നിശാ മെഡിക്കൽസ് മണ്ണാർക്കാട് കാണികളുടെ മനസ്സും എന്താ പറയുക എല്ലാം നിറച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ എക്സ്പീരിയൻസും ഈ കപ്പ് അവർ അറിയിച്ചിരുന്നു. അതിൻ്റെ എല്ലാവിധ വോട്ടിങ്ങിൽ 52% നിശാ മണ്ണാർക്കാട് വിജയിക്കുമെന്നായിരുന്നു പറയുന്നത്. ആ 52% ആളുകൾ ചില്ലറക്കാരില്ലാന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ ലക്ഷദ്വീപിലുള്ള മച്ചാനും ടാക്സ് എല്ലാവരും ആഘോഷിക്കാറ് കാരണം നിശാ മെഡിക്കൽസ് മണ്ണാർക്കാടിന് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു എന്താ പറയുക ആഘോഷമായിരിക്കും ഇത്. തീർച്ചയായും പൊള്ളിച്ചടക്കുന്നുണ്ട്. അവരെ സ്പോൺസർ ചെയ്ത സനം കല്ലിങ്ങൽ നിശാ മെഡിക്കൽസ് മണ്ണാർക്കാടിനെ സ്പോൺസർ ചെയ്തിറക്കിയ സനം കല്ലിങ്ങലുടെ ആഘോഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോ താങ്ക്സ് ബ്രോ. കാൽപന്തുകളുടെ ലക്ഷ്യമായ പോരാട്ടത്തെ വേണ്ടി കാണിച്ച കൽപ്പകച്ചേരിയുടെ കൈമാറ്റം റഹ്മാൻ താങ്ക്സ് ബ്രോ. ലാസ്റ്റ് ഗോൾ അടിച്ചത് ആരാന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. അതൊക്കെ നമുക്ക് ഇൻഷാല്ല ഹൈലൈറ്റ് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ ആഘോഷത്തിനിടയിലൊന്നും കിട്ടിയിട്ട് ആരാ അടിച്ചതെന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. സോറി, ഓൺ ഗോളാട്ടോ. ലാസ്റ്റ് ഗോൾ അടിച്ചത് ഓൺ ഗോളാണ്. ഫൈസലിൻ്റെ തലയിൽ തട്ടിയിട്ടാണ് ഗോൾ പോയത് കേട്ടോ. നിശാ മണ്ണാർക്കാട് ഹെഡ് ചെയ്തൊരു ബോളായിരുന്നു. അത് ഫൈസലിൻ്റെ തലയിൽ തട്ടിയിട്ടാണ് ഉള്ളിൽ കയറിയത്. സനം കല്ലിങ്ങളുടെ ആഘോഷം തന്നെ ആയിരിക്കും നിശാ മെഡിക്കൽസ് മണ്ണാർക്കാടിന്. ഇർഫാൻ താങ്ക്സ് ബ്രോ. അഹമ്മദ് മുഹമ്മദ് താങ്ക്സ് ബ്രോ. ഗോൾ റീപ്ലൊക്കെ എനിക്കറിയില്ല, കാണിച്ചിക്കണമെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും റോയൽ ട്രാവൽസ് എത്തി അവസാനം നിമിഷം വരെ പോരാടിയിരുന്നു. ഹായ് ബ്രോ. ഇന്നത്തെ സമാധാന ചടങ്ങ്